നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമൃത യൂണിവേഴ്സിറ്റിയിൽ 2025 ബിഫാമിന്റെ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജനുവരിയിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. എങ്കിലും മെയ് മാസം ഫസ്റ്റ് വീക്ക് വരെ അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഫീസ് 550 രൂപയാണ്. അമൃത യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിൽ മാത്രമാണ് ബിഫാം കോഴ്സ് ഉള്ളത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ 70% മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിലും പ്ലസ് ടുവിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലുമാണ് അഡ്മിഷൻ. 2 മണിക്കൂറാണ് എക്സാമിനേഷന്റെ സമയം. എക്സാമിനേഷന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളെടുത്ത് പഠിച്ച കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും, അതുകൂടാതെ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് എക്സാമിനേഷന് വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 80 ചോദ്യങ്ങളാണ് ഉള്ളത്. 240 മാർക്കാണ് ടോട്ടൽ. ഒരു ചോദ്യത്തിന് 3 മാർക്ക്, തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറയ്ക്കും. എൻട്രൻസ് എക്സാമിനേഷന് ശേഷം 10 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. കേരളത്തിൽ 13 ജില്ലകളിൽ എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ട്. വയനാട്ടിൽ മാത്രമില്ല. എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഹാൻഡ് ബുക്ക് അമൃതയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ആപ്ലിക്കേഷൻ നൽകുവാൻ. അതിൽ എക്സാമിനേഷൻ സിലബസ്, എക്സാം പാറ്റേൺ എന്നിവയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷകൾ സമർപ്പിക്കാം. അമൃത യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ കോഴ്സുകൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷകൾ സമർപ്പിക്കാം. 2025 പ്ലസ് ടു എക്സാം എഴുതിയതിനു ശേഷം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും അപേക്ഷകൾ സമർപ്പിക്കാം. പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അഡ്മിഷൻ ലഭിക്കുന്ന ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്ക് 50,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. സ്കോളർഷിപ്പ് ലഭിക്കുന്ന കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് 1 വർഷത്തെ ട്യൂഷൻ ഫീസായിട്ട് 1,25,000 രൂപയാണ് നൽകേണ്ടത്. മറ്റ് ഫീസിനത്തിൽ 63,250 രൂപ നൽകണം. അഡ്മിഷന്റെ പ്രോസസ്സിംഗ് ചാർജായിട്ട് 2,500 രൂപയും നൽകണം. അതുകൂടാതെ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും 1 വർഷത്തേക്ക് 80,000 രൂപയാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നൽകേണ്ടത്. തുടർന്നുള്ള 2, 3, 4 വർഷങ്ങളിൽ ട്യൂഷൻ ഫീസായിട്ട് 1,25,000 രൂപയും ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഉൾപ്പെടെ 80,000 രൂപ വീതവും നൽകണം. സ്കോളർഷിപ്പ് ലഭിക്കാത്ത കുട്ടികൾ ട്യൂഷൻ ഫീസായിട്ട് 1,75,000 രൂപയാണ് നൽകേണ്ടത്. മറ്റ് ഫീസിനത്തിൽ 63,250 രൂപയും അഡ്മിഷന്റെ പ്രോസസ്സിംഗ് ചാർജായിട്ട് 2,500 രൂപയും ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഉൾപ്പെടെ 80,000 രൂപ വീതം ഓരോ വർഷവും നൽകണം. ഓരോ കോഴ്സിന്റെയും ഫീസിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിനു ശേഷം വേണം അഡ്മിഷൻ എടുക്കുവാൻ. BSc നഴ്സിംഗിന്റെ ഫീസിനെ കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മെയ് 17, 18 തീയതികളിലായിട്ടാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. ഒരു ദിവസം തന്നെ 3 സമയങ്ങളിലായിട്ട് എക്സാമിനേഷൻ എഴുതുന്നതിനുള്ള സൗകര്യമുണ്ട്. സ്ലോട്ട് ബുക്കിംഗ് സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഡേറ്റിൽ താല്പര്യമുള്ള സമയം വേണം സെലക്ട് ചെയ്യുവാൻ. സ്ലോട്ട് ഒരു പ്രാവശ്യം സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് ചേഞ്ച് ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുപോലെ എക്സാമിനേഷൻ സെന്റർ സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് താല്പര്യമുള്ള സെന്ററുകൾ വേണം ഓപ്ഷനായിട്ട് വെക്കുവാൻ. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്ലൈ ചെയ്യുന്നതിന് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐഡിയും ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം. അതുകൂടാതെ ആധാർ കാർഡ്, 10th സർട്ടിഫിക്കറ്റ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്താണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്. മെയ് ഫസ്റ്റ് വീക്ക് വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. 2025 പ്ലസ് ടു എഴുതിയ കുട്ടികൾക്കും അപേക്ഷിക്കാം. അവരുടെ പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റ് പിന്നീടാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അമൃതയുടെ വെബ്സൈറ്റിലൂടെ അറിയിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.